സെൻസർ ബോർഡ് മെമ്പറായിരുന്ന നിലയിൽ ഒരു കാര്യം ഞാൻ പറയാം, അത് മീഡിയ നാളെ എന്നെ കുറ്റം പറഞ്ഞാലും പറയാണ്. സെൻസർ ബോർഡിൽ ഇരിക്കുന്ന റീജിയണൽ ഓഫീസിൽ ഇരിക്കുന്ന എല്ലാവരും ഡമ്മികളാണ്. അവർക്കായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ ഒരു ഈ വയലൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയെ കുറിച്ച് ഭയങ്കരമായ ചർച്ചകൾ വരികയും ഈ സെൻസർ ബോർഡിൻ്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അപ്പോഴും തന്നെ ഫേസ്ബുക്കിൽ ലൈവിൽ വന്ന് അപ്പോഴും ഭാഗം ക്ലിയർ ചെയ്യുകയും മീഡിയാസിലടക്കം വന്ന് പറയുകയൊക്കെ ചെയ്തല്ലോ. അപ്പോൾ തേറ്റ അതേപോലെ പടം എന്ന് പറയുന്നില്ല, എന്നാൽ പോലും ഒരു വയലൻസിന് പ്രാധാന്യമുള്ള ഒരു പടം എന്നുള്ള നിലയ്ക്ക് വരുമ്പോൾ ഈ പല കാര്യങ്ങൾക്കും വീണ്ടും മറുപടി പറയേണ്ടി വരും എന്ന് തോന്നുന്നുണ്ടോ? ഈ സെൻസർ ബോർഡ് അംഗം എന്നുള്ള നിലയ്ക്ക് സെൻസർ ബോർഡ് അംഗമായിട്ടിരുന്ന ഒരാൾക്ക് തന്നെ ഇപ്പം തൊട്ട് മുമ്പ് വപ്പേട്ട് സൂചിപ്പിച്ച പോലുള്ള വിഷയങ്ങളടക്കം നേരിടേണ്ടി വരുന്നു എന്നുള്ളത് തേറ്റ ഒരു വയലന്റ് മൂവിയല്ല, അതൊരു വളരെ കുടുംബത്തിനെയും ആസ്വദിപ്പിക്കാൻ തരത്തിലുള്ള ഒരു സിനിമയാണ്. പിന്നെ ഒരു സെൻസർ ബോർഡ് മെമ്പറായിരുന്ന നിലയിൽ ഒരു കാര്യം ഞാൻ പറയാം, അത് മീഡിയ നാളെ എന്നെ കുറ്റം പറഞ്ഞാലും പറയാണ്. സെൻസർ ബോർഡിൽ ഇരിക്കുന്ന റീജിയണൽ ഓഫീസിൽ ഇരിക്കുന്ന എല്ലാവരും ഡമ്മികളാണ്. അവർക്കായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനും മെമ്പറായിരുന്നു, കാരണം അവരല്ല തീരുമാനിക്കുന്നത്. എൻ്റെ ഈ സിനിമ ഇവിടെ തടഞ്ഞത് ഇവിടുത്തെ സെൻസർ ബോർഡ് ഓഫീസറോ സെൻസർ ബോർഡ് മെമ്പേഴ്സും അല്ല, ഏതോ ഹിഡൻ അജണ്ടയിൽ പ്രവർത്തിക്കുന്ന കുറേ മനസ്സുകൾ മാത്രമാണ്. അതുകൊണ്ട് ഏത് സിനിമ ഇവിടെ വന്ന് ഇപ്പം മാർക്കോ ഇവിടെ നിന്നല്ല എന്ന് തോന്നുന്നു ഇത് ഫൈനൽ സെൻസർ കിട്ടിയത്. ആടുജീവിതം എന്നൊരു സിനിമ ഫൈനൽ സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടിയത് ഇവിടെ നിന്നല്ല. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുറേ ഡമ്മികൾ മാത്രമാണ് റീജിയണൽ ഓഫീസിൽ ഇരിക്കുന്നത്. അവരുടെ വാക്കിനോ അവരുടെ തീരുമാനങ്ങൾക്കോ യാതൊരു വിലയില്ല. അതിന്റെ ഭാഗമായ ഒരാൾ തന്നെ പറയാം. പക്ഷെ തേറ്റ അങ്ങനല്ല. തേറ്റ ക്ലീനായിട്ട് UA 13+ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു സിനിമയാണ്. അതായത് 13 വയസ്സിന് താഴെയുള്ള ആ കുട്ടികൾക്ക് മാതാപിതാക്കളൊപ്പം നിന്ന് സിനിമ കാണാൻ ഒരു സർട്ടിഫൈ ചെയ്തതാണ് അത്. അതിൻ്റെ അർത്ഥം ഇതൊരു കുടുംബ പശ്ചാത്തലത്തിൽ കാണേണ്ട ഒരു സിനിമയാണ്. അത്രമാത്രം കാണേണ്ട അല്ലെങ്കിൽ അറിയേണ്ട ഒരു സിനിമയാണ്. ഒരുപാട് പറഞ്ഞിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നു മലയാളത്തില് ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് നമുക്കിപ്പം ഒരുപാട് നാളായിട്ട് നമ്മൾ കാണുന്ന ഒരു സബ്ജക്റ്റ്, ഒരുപാട് നമുക്ക് സിറ്റി ലൈഫും അങ്ങനെ ഒരു ക്രൈം ത്രില്ലറും അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തായാലും ഈ ഒരു സാധനം നമുക്കൊരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. അതോടൊപ്പം ഒരു 10-20 മിനിറ്റ്, അതായത് ഒരു അരമണിക്കൂറോളം അതേപോലെ ബാക്കി കംപ്ലീറ്റ് പോകുന്നത് കാട്ടിലേക്കാണ്. മെയിൻലി പറയുന്ന ഒരു കാട്ടുപന്നി ഒരു മനുഷ്യനും തമ്മിലുള്ള ഒരു കഥയാണ്. ബാക്കിയെല്ലാം നിങ്ങൾ കണ്ടിട്ട് പറയുന്നത്